ജിൻഡോ ജാസ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. അതായത് കഴിഞ്ഞ ദിവസം ജിൻഡോ ഇൻസ്റ്റഗ്രാം പേജിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. അതിലൊരു ചോദ്യം ഇങ്ങനെയാണ്: ജാസ്മിനെ പറ്റി 2 വാക്ക് പറയാൻ. വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫൈറ്റർ ആണ്, പവർഫുൾ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജിൻഡോ പുറത്തിറങ്ങിയതിന് ശേഷം ജാസ്മിൻ കളിച്ചിട്ടുള്ള ഗെയിം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ജിൻഡോ കപ്പടിച്ചതിന് ശേഷം നോറ കൃത്യമായിട്ട് പറഞ്ഞു, PR ഉണ്ടെങ്കിൽ ആർക്കും വിജയിക്കാമെന്ന്. നോറ മനസ്സിലാക്കേണ്ടത്, നോറയുടെ ഗെയിമിന് ഇനി എത്ര PR ഉണ്ടെങ്കിൽ പോലും വിജയിക്കാൻ കഴിയില്ല. കാരണം നോറ കളിച്ചിട്ടുള്ള ഗെയിം പ്രേക്ഷകർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഗെയിമാണ്. അത് PR എത്ര ശ്രമിച്ചാലും നമുക്ക് അത് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. PR ഇല്ല എന്ന് പറയുന്നില്ല, ഒരുപക്ഷെ PR ഉണ്ടെങ്കിൽ പോലും അകത്ത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഗെയിം കളിച്ചാൽ മാത്രമായിരിക്കും വിജയിക്കുക. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് ചോദ്യങ്ങൾ ജിൻഡോയുടെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ചോദ്യം ഇതാണ്: ബിഗ് ബോസ് വീഡിൽ ഏറ്റവും വിഷമം വന്ന ഡേ ഏതായിരുന്നു എന്ന്. അതിന് ജിൻഡോ പറഞ്ഞിട്ടുള്ളത് രതീഷ് പോയപ്പോൾ എന്നാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം, ബിഗ് ബോസിൽ ഒരു എതിരാളി എന്ന് തോന്നിയിരുന്ന 2 പേരുടെ പേര് പറയാമോ എന്നാണ്. അതിലൊന്ന് ജാസ്മിന്റെ പേരാണ് ജിൻഡോ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, 2ാമത്തെ പേര് രതീഷിന്റേതാണ്. ആദ്യ ആഴ്ച തന്നെ രതീഷ് പുറത്തായിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ജിൻഡോ ഇഷ്ടമാണെങ്കിൽ ജിൻഡോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ അറിയിക്കുക.